വേദയുടെയും വിക്രമിൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ശ്രീകാന്ത്, ശങ്കരനാരായണൻ, വർഷ അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ വേദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ശ്രീകാന്തിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തോടെ വർഷയോട് ചോദിക്കുന്നുണ്ട്, നീയും അവളുടെ പാത പിന്തുടരാനാണോ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനിയിപ്പോൾ നീയും ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി സംസാരമാണ് ഉണ്ടാവുക. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ശ്രീകാന്തേ നീ അധികം സംസാരിക്കണ്ട. നമ്മുടെ കമ്പനിക്ക് നേരെ ഉണ്ടായ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ സമരത്തിൽ ഗുണ്ടകളെ വിട്ട് പ്രശ്നം വഷളാക്കാൻ വേണ്ടിയിട്ട് നീ നോക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ശരിക്കും ഇങ്ങനെ ഷോക്കാവാണ്. ആ കാര്യം ഇങ്ങനെ അച്ഛൻ അറിഞ്ഞു എന്നുള്ള രീതിക്ക് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ശ്രീകാന്താണെങ്കിൽ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീകാന്തേ നീ തിരഞ്ഞെടുക്കുന്ന വഴികൾ വളരെ മോശമാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറഞ്ഞ് ഭക്ഷണം ഫുള്ള് കഴിക്കാതെ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് ശങ്കരനാരായണൻ എഴുന്നേറ്റ് പോകുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ മോളിൽ പോയിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം അതെങ്ങനെയാണ് ശ്രീകാന്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ ഒരു സമരം നടക്കുന്ന സമയത്തിൻ്റെ ആ ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ ഇങ്ങനെ അടിയാണ്. അപ്പോൾ അത് മറ്റേ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ അവിടെയുള്ള ഒരു PA ഉണ്ടല്ലോ, അദ്ദേഹമായിരിക്കും. അപ്പോൾ അയാളിങ്ങനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഈ ശങ്കരനാരായണൻ ഫോൺ എടുക്കുന്നു. അപ്പോൾ ആ ഒരു ഫോൺ കോളിലൂടെയാണ് ആ സത്യം മനസ്സിലാവുന്നത്. അയാൾ വിളിച്ചിട്ട് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തുകയാണല്ലേ, ഞാൻ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, സാർ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശങ്കരനാരായണൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ കോള് ലിസ്റ്റിൽ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഡൗട്ട് തോന്നാൻ പാടില്ലല്ലോ ശ്രീകാന്തിന്. അപ്പോൾ അങ്ങനെയാണ് ആ സത്യം അറിഞ്ഞത് എന്ന് ഓർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യം വേദയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. വേദയും ശങ്കരനാരായണൻ തമ്മിലുള്ള ഒരു സീനുണ്ടല്ലോ, ആ ഒരു സീൻ എന്ന് പറയുന്നതും ഈ ഓർക്കുന്നതാണ്. ശങ്കരനാരായണൻ മുമ്പ് നടന്ന ഒരു സംഭവം ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വേദയ്ക്ക് ആ ഒരു കാര്യം ഗുണ്ടകളെ വിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു രഹസ്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശങ്കരനാരായണനായിരിക്കും. ഇതെല്ലാം ഓർക്കുന്നതാണ് നമ്മുടെ ശങ്കരനാരായണൻ. അപ്പോൾ ആ ഒരു സീന് കാണിച്ചതിന് ശേഷം കാണിക്കുന്നത് വേദയും വിക്രമിനെയും ആയിരിക്കും. അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്തത് ഞാനല്ല വിനായകൻ ചേട്ടനാണെന്ന് തുറന്ന് പറഞ്ഞൂടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ വേദ അങ്ങോട്ട് ചോദിക്കുകയാണ് വിക്രമിൻ്റെ അടുത്ത്. അപ്പോൾ കാരണം എല്ലാ സത്യങ്ങളും വേദ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടണോ, ഇത് ചെയ്തത് വിനായകൻ ചേട്ടനാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചതോടുകൂടി ശരിക്കും വിക്രം ഞെട്ടുകയാണ്. അതെങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിക്ക്. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞു ഈ സത്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആ ഒരു കേസ് അന്വേഷിച്ച കാര്യങ്ങളും എവിടെയൊക്കെ ചെന്നു എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ വിക്രമനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വേദ, ആ കേസിൽ അന്വേഷിച്ച പോലീസുകാരുടെ ഡീറ്റെയിൽസൊക്കെ ദർശൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യങ്ങളും എല്ലാം തന്നെ വിക്രമനോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേദയെ പറയുന്നുണ്ട്, അന്ന് ആ ഒരു മയക്കുമരുന്ന് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പ്രശ്നത്തിനെതിരെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം വിക്രമിന് അപ്പോഴാണ് വേദ പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയമായിരിക്കും വിക്രം അത് അറിയുന്നത്. എൻ്റെ സംശയങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വിനായകൻ ചേട്ടനോട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനായകൻ ചേട്ടൻ തന്നെ എല്ലാ സത്യം എന്നോട് തുറന്നു പറഞ്ഞു. ഇനി വിക്രം എന്താണ് ഇങ്ങനെ മറച്ചു വെക്കാനും നോക്കണ്ട, സത്യം എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്നെ അന്ന് ഒരുപാട് കരഞ്ഞിട്ടായിരുന്നു വിനായകൻ ചേട്ടൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ഒന്നും മറുപടി കൊടുക്കാൻ പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല ആ ഒരു സമയത്ത്. ഇനിയിപ്പോൾ നീ ഇതെന്തായാലും ഒരു പ്രശ്നമാക്കരുത് വേദ, പ്ലീസ്. നീ അറിഞ്ഞത് ഓക്കെ, നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ വീട്ടിൽ ഇനി ഇതാരും അറിയരുത്. അത് മൊത്തത്തിലൊരു വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ തന്നെ എല്ലാവർക്കും ആ ഒരു സ്നേഹത്തിലും എല്ലാത്തിലും ഇനി മൊത്തം താളം തെറ്റും വീടിൻ്റെ, നീ ദയവ് ചെയ്ത് പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് അച്ഛൻ റിട്ടയർഡ് ആകുന്ന ദിവസം തന്നെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം ഏറ്റെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം വേദ മറ്റൊരു ടിസ്റ്റ് കൂടി വെളിപ്പെടുത്തുകയാണ്. അതായത് അന്ന് അച്ഛൻ സ്കൂളിലുള്ളവർക്ക് മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു പരാതി ഉണ്ടല്ലോ, ആ ഒരു തെറ്റ് ചെയ്ത ഒരു വ്യക്തി മറ്റാരുമല്ല, ശ്രീകാര്യത്തിലുള്ള ഒരു ശ്രീകുമാറാണ് മയക്കുമരുന്ന് കൊടുത്തതെന്നിങ്ങനെ പറയുന്നുണ്ട്. അയാളാണ് വിനായകൻ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. പിന്നെ വിനായകൻ ചേട്ടൻ പൈസ കിട്ടിയാൽ പിന്നെ എന്തും ചെയ്യുമല്ലോ. വിക്രത്തിനെയും അച്ഛനെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അത് ചെയ്യിപ്പിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്.
എന്നിട്ട് പിന്നെ അവസാനം വേദ ഒരു കാര്യം കൂടി പറയുകയാണ്, ആ ശ്രീകുമാർ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ പെങ്ങളുടെ മകനാണ് എന്നുള്ള കാര്യം കൂടി വെളിപ്പെടുത്തുകയാണ് കേട്ടോ. കാരണം എങ്ങനെയാണ് നോക്ക്, ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്, ഭയങ്കരമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അത് ശരിക്കും കണ്ട് തന്നെ അനുഭവിക്കേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ സത്യങ്ങളും ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും വിക്രമിന് എല്ലാ സത്യങ്ങളും മനസ്സിലായി, ആ ഒരു ശ്രീകാര്യം ശ്രീനിവാസൻ്റെ എല്ലാ തെറ്റുകളും മനസ്സിലായി. ഇനിയെങ്കിലും മുൻപോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് എന്തായാലും നോക്കാം, എല്ലാം അറിയുമായിരിക്കും. ഇതൊക്കെ ഇത്രയും എത്തിച്ചല്ലോ വേദ നമ്മുടെ.